നല്ല അടിപൊളിയായില്ല. എന്തിരി പോക്കോ ചെമ്പകമേ കുറേ. ഹലോ ഗേസ്, ഞാനിന്ന് കുവൈത്തിലെ മാലിയ സിറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബസ്സിനാണ് വന്നിട്ടുണ്ടെന്ന്, ലീവ് ആയതുകൊണ്ട് വന്നതാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരുണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബസ്സിനാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഒരു പേരോടങ്ങനെ ഇവിടെ ചെറിയ വീടൊക്കെ എടുത്തങ്ങനെ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകണം. അങ്ങനെ പുതിയ ഉണ്ടാക്കിയ ബ്രിഡ്ജിൽ കൂടി അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ ആദ്യം ബ്രിഡ്ജില്ലായിരുന്നു, അന്ന് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പോക്ക് കുറച്ച് മുന്നൊക്കെ. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ്, അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കിയോണ്ട് നല്ല തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ലോങ് കാണുന്ന അപ്പുറം സൈഡിലൊക്കെ ബീച്ച് സൈഡാണ് കാണുന്നത്. അപ്പോൾ അതാണ് അങ്ങോട്ടൊന്നും ബിൽഡിങ്ങുകളൊന്നും വല്ലതായിട്ട് കാണാത്തത്. പിന്നെ ഇന്ന് പൊതുവേ തിരക്ക് കുറവുണ്ട്, എന്താണെന്ന് അറിയില്ല. അന്ന് ചെക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട് പോലീസുകാർ, അതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല അത്യാവശ്യം ചെക്കിംഗ് ഉണ്ടാകും. സിവിലൊക്കെ നമ്മൾ എപ്പോഴും കയ്യിൽ കരുതണം, അല്ലെങ്കിൽ മൊബൈലിലെങ്കിലും നമ്മൾ ഐ ഡി കരുതണം. പിന്നെ ഇവിടെയാണ് ഇപ്പോൾ KPTCൻ്റെ ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡാണ് മാലിക്കുള്ള. പിന്നെ പ്രൈവറ്റ് ബസ് ഉണ്ട്, അത് റോഡ് സൈഡിൽ തന്നെയാണ് നിർത്തൽ. അവർക്ക് ഇവിടെ സ്റ്റാൻഡില്ല, അപ്പോൾ റോഡ് സൈഡിൽ നിർത്തിക്കൊണ്ട് അവർ അപ്പം നാളെ ഇറക്കി കയറ്റി പോക്കാണ്. KPTC തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബസ് സ്റ്റാൻഡാണ്, ബസ്സിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ചെറിയ ടാക്സിൻ്റെ ഏരിയയാണ് ഇവിടെ. ടാക്സി വെച്ചാൽ ഇവിടെ ടാക്സി സ്റ്റാൻഡായിട്ടല്ല, കാരണം ആൾക്കാരൊക്കെ വന്ന് പിക്ക് ചെയ്യുക, അങ്ങനെ ഇറക്കി വിടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. സ്റ്റാൻഡൊക്കെ വേറെ സ്ഥലത്താന്ന് തോന്നുന്നുണ്ട്, കാരണം ഇവിടെ അങ്ങനെ വലിയ കൂടുതൽ നിർത്താനും പള്ളിയോടെ എപ്പോഴും പോലീസുകാരൊക്കെ ഉണ്ടാവും. പിന്നെ ഇറങ്ങുന്ന നമ്മൾ പാലം കഴിഞ്ഞ് ഇറങ്ങുന്ന ഭാഗത്തിന് വലത്തേസിലായിട്ടൊരു പള്ളിയുണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറം ഈ അടുത്ത് തന്നെ കാണുന്ന ബിൽഡിങ് പനസോണിക്കിൻ്റെ ബിൽഡിങ്ങാണ്. പിന്നെ ഇങ്ങനെ നേരെ ചെല്ലുന്നതിന് നമ്മൾ ഗ്രാൻഡിൻ്റെ ബിൽഡിങ്ങാണ്, ഗ്രാൻഡ് ഹൈപ്പറിൻ്റെ ബിൽഡിങ്ങാണ്. അതിൽ തന്നെ എല്ലാവിധ ഷോപ്പുകളും വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജോയലുക്കാസിൻ്റെ ജ്വല്ലറിയും ഉണ്ട്. താഴെ തന്നെ നമ്മൾ കയറി ചെല്ലുന്ന ഭാഗം തന്നെ അവരെ ജ്വല്ലറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പുതുക്കിയൊക്കെ പണിതിട്ടുണ്ട്. ആദ്യം വേറെ ബോർഡൊക്കെ ഇവിടെ വെച്ചിരുന്നത്, ഇപ്പോൾ നല്ലൊരു ഡെക്കറേഷൻ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ മറ്റുള്ള രാജ്യക്കാരൊക്കെ കാണാൻ ചാൻസ് കുറവാണ്, ഉണ്ടാവും, കുറച്ച് ആൾക്കാർ കാണാൻ പറ്റുള്ളൂ. കൂടുതൽ വരുന്നത് നമ്മളെ ഇന്ത്യക്കാരും മറ്റുള്ള ഏഷ്യക്കാർ, ബംഗ്ലാദേശ് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇന്ത്യയിൽ നിന്ന് തന്നെ കൂടുതലായിട്ട് വരുന്നത് ആന്ധ്രക്കാരാണ് വരുന്നത്. ആന്ധ്ര തന്നെയാണ് മെയിൻ ഇവിടെ, കാരണം അവരെ ഏരിയ മാറിയിട്ടുണ്ട്. ഇതിന് അപ്പുറം ഒക്കെ ഒരേപോലെ തന്നെയാണ്, നമ്മൾ എവിടെ നോക്കിയാലും ആന്ധ്രക്കാരെ കാണുള്ളൂ. അത് അവരെ നാട്ടിലത്തെ അതേ ശല്യം നടക്കുകയുള്ളൂ. പിന്നെ ഇവിടെ ഈ വലത്തേസിൽ കാണുന്നത് ഇപ്പോൾ ജോയലുക്കാസിൻ്റെ ജ്വല്ലറിയാണ്. ഞാനിവിടുന്ന് ആദ്യമൊക്കെ ഇതൊക്കെ എടുത്തിരുന്നു, നാട്ടിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ സ്വർണ്ണമൊക്കെ എടുത്തിരുന്നു. പിന്നെ അതേപോലെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട്, ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും ഷോപ്പുകളുണ്ട്. പിന്നെ അതേമാതിരി ചോക്ലേറ്റിൻ്റെ ഷോപ്പുണ്ട്, ഒരു വാച്ച്, പിന്നെ കോസ്മെറ്റിക്, അങ്ങനെ എല്ലാവിധ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ഇവിടെ തന്നെ കിട്ടും. നമ്മൾ ഒരു പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇതിനുള്ളിൽ വന്നാൽ തന്നെ കംപ്ലീറ്റ് നമുക്ക് സാധനങ്ങൾ കിട്ടും. പിന്നെ ജ്വല്ലറി, അത്യാവശ്യം ജ്വല്ലറികളും ഉണ്ട്. അതിന് വെള്ളിൻ്റെ സെപ്പറേറ്റ് അങ്ങനെ ഉണ്ട്. പിന്നെ അതേമാതിരി ഗോൾഡിന് സെപ്പറേറ്റ് അങ്ങനെ ഉണ്ട്. പിന്നെ ഫാൻസി ഉണ്ട്. പിന്നെ ഇത് നേരെ പുറത്തേക്കുള്ള എക്സിറ്റിൻ്റെ ഡോറാണ് കാണുന്നത്. ഇപ്പുറത്ത് നമ്മൾ ഫാൻസിൻ്റെ കട. അതേമാതിരി ഇവിടെ വരുന്നതൊക്കെ ചെറിയ ചെറിയ മൊബൈൽ ഷോപ്പിൻ്റെ കൗണ്ടറുകൾ വെച്ചതാണ്. അല്ലാതെ അവർ വലിയ റൂമായിട്ടൊന്നും എടുത്തിട്ടില്ല, ചെറിയ ചെറിയ കൗണ്ടറുകളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മൊബൈൽ ഷോപ്പിന് അത്ര മതി അവർക്ക്, അതിനുള്ള ബിസിനസ് ചെയ്യാൻ ആ ചെറിയ കൗണ്ടറിന് ഉണ്ടായാൽ തന്നെ മതി, വലിയ ഷോപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ നടക്കുന്ന വഴിയിലൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ മലയാളീസൊന്നല്ല, മറ്റുള്ള സംസ്ഥാനത്തുള്ള ആൾക്കാരൊക്കെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആരൊക്കെയൊന്നും നമുക്കറിയില്ല, ഏഷ്യക്കാരാണ് എന്തായാലും കൂടുതൽ ഒട്ടുമിക്ക ആൾക്കാരും. പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ നിൽക്കുന്ന ഇടയ്ക്ക് പിന്നെ അവനക്ക് ഫോൺ വിളിച്ചപ്പോൾ എവിടെ നിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനിവിടെ വന്നുകൊണ്ട് അവിടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്, എൻട്രൻസിൻ്റെ അവിടെ തന്നെ. അപ്പോൾ ഞാനവനെ കണ്ടിട്ടില്ല, ഞാൻ വരുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് വിളിക്കണത്. ഞാൻ പറഞ്ഞ മൊബൈൽ ഷോപ്പിൻ്റെ അവിടെ ഉണ്ട്, ഈ അങ്ങോട്ട് പോകാൻ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ആ സെക്യൂരിറ്റിക്കാരൻ്റെ ഒരു വരവ് വന്നിട്ട്. സെക്യൂരിറ്റിക്കാരൻ മിസ്രിയാണോ ഈജിപ്ഷ്യനാണോ എന്നറിയില്ല, നല്ല അത്യാവശ്യം ഹൈറ്റും വെയിറ്റൊക്കെ സിനിമയാണ്. ഓനെ എല്ലാവരും വിളിച്ചിങ്ങാണ്ട് നല്ല ചീത്ത പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീപ്പിക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം അവനെ കാണുമ്പോൾ ആൾക്കാർ പേടിക്കുന്നുണ്ട്, നല്ല ദേഷ്യത്തിലാണ് വരുന്നത്. കാരണം ഇവിടെ അവനക്ക് ഇരിക്കുന്ന ആൾക്കാരൊന്നും കണ്ടുകൂടാ. അപ്പോൾ ഇരിക്കണവരൊക്കെ എണീപ്പിച്ച് ഓടിക്കുന്നുണ്ട്. ഇവർ ഇരുത്തം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഇവർ നടക്കുന്ന വഴിയിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ
ഈ പുറത്തുനിന്നൊക്കെ ഒരാൾ വരുന്നവർക്ക് ഇവർ എന്തെങ്കിലുമൊക്കെ വിചാരിക്കില്ല. കാരണം നമ്മൾ മാത്രമല്ല ഇവിടെ വരുന്നത്, പല ആൾക്കാരും കൂടെ വന്ന് പോകണമല്ലോ. ഇങ്ങനെ അയാളെ വർത്തനം കേട്ട് ഇങ്ങനെ നടക്കുകയാണ് എൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത് ബസ്സിൽ. എന്താണ് എന്താ അവിടെ വായും പൊളിച്ച് നോക്കിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ് ഒന്നുമില്ല സെക്കൻഡ്, ഞാൻ ചീത്ത പറഞ്ഞ് നോക്കിക്കാണെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഇന്ത്യക്കാരൻ ചാർജർ ചോദിക്കണം, ഫോൺ ചാർജില്ല കേട്ടോ, ചാർജ് കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ചാർജൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ ഗ്രാൻഡിക്ക് പോകണം, ഗ്രാൻഡ് പെർക്കൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഓഫറുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർത്തിൻ്റെയാണ് ഗ്രാൻഡ് ഹൈപ്പർ ഉള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫറുകളൊക്കെ ഉണ്ട്. ചെന്നപ്പോൾ തന്നെ നമ്മൾ കിറ്റ്കറ്റിൻ്റെ കടക്കിനോട് തന്നെ കിറ്റ്കറ്റിൻ്റെ ഓഫറാണ് പറയണത്. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ വില കൂടിക്കുന്നത് പറയുന്നുണ്ട്, 5 കേടിൻ്റെ മേലെയാണ്. ഇവിടെ 2,750 മൺഡേ ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അയാളൊക്കെ ആദ്യം നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് കണ്ടപ്പോൾ അയാൾ പിന്നെ സൗണ്ടൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ കണ്ടപ്പോൾ തന്നെ സാധാരണ അയാളെ വർത്തമാനം കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പട്ടാമ്പിക്കാരും ചെറുപ്പശ്ശേരിക്കാരൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളത് പ്രമോഷൻ കൂടി ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യാം. അപ്പോൾ പറഞ്ഞ് ചെയ്യാൻ ഇവിടുത്തെ പൈസ ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കൂടെ ഞങ്ങൾ പോയിട്ട് ഓഫീസിൽ പോയിട്ട് കണ്ടിട്ടൊക്കെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ ആടിൻ്റെ തലച്ചോറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തലച്ചോറൊന്ന് കാണുന്നതായിരുന്നു. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച തലച്ചോറ് എവിടെ എന്നുള്ളതൊക്കെ. എനിക്ക് തലച്ചോറ് തരുമ്പോൾ ഇവർക്ക് എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ബാക്കിലുള്ളവന്, എൻ്റെ കൂടെ ഉള്ളവന്. ഇതാണ് നമ്മളെ ആടിൻ്റെ തലച്ചോറാണ് ഈ കാണുന്നത്. നമ്മൾ വിൽക്കുന്നത് കേട്ടോ. ഇവിടെ 1,190 വിൽക്കുന്നത്. അപ്പം നാട്ടിലത്തെ ഒരു 300 റുപ്യേൻ്റെ മുകളിലായിട്ടുണ്ട്. പിന്നെ നാട്ടിൽ എത്ര വില നിങ്ങൾക്ക് അറിയില്ല കേട്ടോ, കറക്റ്റായിട്ടൊന്നും അറിയില്ല. ഇവിടെ അവരാണ് കാണുന്നത്. അപ്പോൾ 2 തലച്ചോറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി മീനൊക്കെ ഉണ്ട്. മീനിൻ്റെ പേരൊന്നും എനിക്ക് ഫുള്ളായിട്ടൊന്നും അറിയില്ല. ആ കാര്യമാണ്. ഇപ്പോൾ അതിൽ കുറച്ച് ചെമ്മീനും അയിലും മത്തിയും ഉണ്ട്. ബാക്കിയുള്ളതൊന്നും പിന്നെ നമുക്ക് വല്ലാതെ പേരുകളൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നണ്ടും ഉണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച്. എന്തിരിപ്പോ ചെമ്പകമേ എടാ ഇങ്ങനെ കഴിക്കലടാ. പിന്നെ എത്ര ടേസ്റ്റ് നോക്കി? രസണ്ടാ? രസണ്ടാ? ടേസ്റ്റ് നോക്കിയാലോ? ഓണായിക്കോട്ടെ കേട്ടോ. ഓണത്തിന് നല്ലത് കൊണ്ടുപോയിക്കോളെ സാധനം. വെള്ളരിക്കൊക്കെ ഇനി നല്ല ആവശ്യം ഉണ്ടാവും ഓണത്തിന്. വെള്ളരിക്ക ചരങ്ങ നമ്മൾ ഓണത്തിന് സ്പെഷ്യലാണത്. സാമ്പാറൊക്കെ ഉണ്ടേ. അതറ സാമ്പാർ കൂട്ട് ഇവിടെ ഉണ്ട്. സെറ്റാണ് സാമ്പാർ കൂട്ടാണ്. അങ്ങനെ രാത്രി മീനും തേങ്ങയും മുന്തിരിയും എല്ലാം നമ്മൾ കണ്ട് നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഉള്ളിൽ പൊടി ട്രിക്കും കണ്ട് പഠിച്ച് അങ്ങനെ പിന്നെ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പുറത്തുനിന്ന് കുറവായതുകൊണ്ട് എല്ലാം വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പോക്കിൽ വാങ്ങുമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടുകളൊക്കെ വരണ്ട്. അപ്പം നമ്മൾ ഫ്രണ്ടുകളെയും നമ്മുടെ ഫ്രണ്ടിൻ്റെ മാജിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വീട്ടിൽ എന്തായാലും നമ്മൾ മാജിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ കാണാൻ മറക്കരുത്. ഓക്കെ.